ഇല്ല, ഒരു സംശയവും ആവശ്യമില്ല. കാരണം നോക്കൂ, ഇതിന്റെ ഏറ്റവും വലിയ ഗൂഢാലോചന തുടങ്ങുന്നത് ഈ 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത് കൊടുത്തുവിടുന്നതിന് ബന്ധപ്പെട്ട ഉത്തരവാണ്. ആ ഉത്തരവിൽ തന്നെ ഇതിന്റെ ഗൂഢാലോചന ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം വിജയ് മല്യ 1999 കൊടുത്ത സ്വർണ്ണപ്പാളിയുള്ള അവിടുത്തെ പഞ്ചലോഹ വിഗ്രഹം, ഈ ദ്വാരപാലക ഉൾപ്പെടെയുള്ള മറ്റ് അവിടുത്തെ ഈ പാളികൾ, സ്വർണ്ണപ്പാളികൾ എങ്ങനെയാണ് ആ ഉത്തരവിൽ ചെമ്പുപാളിയായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ 1999 ചെയ്യുമ്പോൾ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നതാണ്. കള്ളു കച്ചവടക്കാരുടെ നിന്ന് പണം മേടിച്ച് സ്വർണം കുറിച്ചുന്ന അയ്യപ്പനെ കുറിച്ച് ഒട്ടേറെ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ കുറിച്ചും ശബരിമലയെ കുറിച്ചും ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് ഓർമ്മയുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത സെന്തിൽനാഥൻ എന്ന് പറയുന്ന ആൾ എൻ്റെ ഒരു ആത്മസുഹൃത്തു കൂടിയാണ്. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുകയും ചെയ്യുന്ന സംഭവമാണ് അത് സ്വർണം പൂശിയതെന്നുള്ളത് സത്യമാണ്. അങ്ങനത്തെ ആ സ്വർണം പൂശിയ ആ പാളി പുറത്തേക്ക് പോകുമ്പോൾ ഉത്തരവിൽ ചെമ്പ് പാളിയായത് എങ്ങനെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അതിനകത്ത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനകത്ത് വിശ്വസ്തനായി മാറുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രമാത്രം വിശ്വാസപരമായും വൈകാരികമായും മൂല്യമുള്ള ഈ ഒരു ഇത് ചെമ്പുപാളി, സ്വർണ്ണപ്പാളി കൊടുത്തുവിടാനുള്ള ക്രെഡൻഷ്യൽസ് എന്താണ്? നമ്മൾ മനസ്സിലാക്കുന്നത് ആദായ നികുതി പോലും അടച്ചിട്ടില്ലാത്ത ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരാൾക്ക് ഉത്തരവിലൂടെ അദ്ദേഹത്തിന്റെ പേര് വെച്ച് കൊടുത്തുവിടാൻ ദേവസ്വം ബോർഡ് ഇദ്ദേഹത്തിൽ കണ്ട ക്രെഡൻഷ്യൽസ് എന്താണ് എന്നുള്ളതാണ് മറ്റ് പ്രധാനമായിട്ടുള്ള രണ്ടാമത്തെ ചോദ്യം. കാരണം അതാണല്ലോ ഈ പറയുന്ന ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞ് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വെച്ച് തട്ടിപ്പ് നടത്തുന്നവരെ പോലെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് വെച്ചിട്ടാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിനെ വരെ പറ്റിച്ചത്. അപ്പം ഇത്തരത്തിൽ ഒരു കുറ്റവാളിക്ക് ക്രെഡൻഷ്യൽ വിശ്വാസ്യത കൊടുക്കുകയും ആ ഗൂഢാലോചന ആ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തതോടെ ദേവസ്വം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് കുറ്റവാളികളാണെന്നുള്ളത് പ്രാഥമികമായി തന്നെ തെളിയിക്കപ്പെടുകയാണ്. അവർക്ക് സംരക്ഷണം കൊടുക്കുന്നത് പിണറായി വിജയനാണ്. ഇത്രയും വലിയ ഒരു തട്ടിപ്പ് പുറത്തു വന്നിട്ട് ഒരു മോഷണമാണ് നടന്നിരിക്കുന്നത്. ആ മോഷണം പുറത്തു വന്നിട്ട് ദേവസ്വം കമ്മീഷൻ അറിഞ്ഞിട്ട് ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് 2025 വീണ്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വിളിക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് കൂട്ടുകച്ചവടമാണെന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്വൈതം എന്ന് പറയുന്ന മലയാള സിനിമയിൽ കണ്ട പോലെ ജയറാമിന്റെ റോളാണ് അവിടുത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്യുന്നത്. അതുപോലെ തന്നെ ദേവസ്വം പ്രസിഡന്റ് റോള് മോഹൻലാലിന്റെ റോളാണ് ദേവസ്വം പ്രസിഡന്റ് ചെയ്യുന്നത്. പക്ഷെ ഇവരെ എല്ലാം നിയന്ത്രിക്കുന്ന സോമൻ ചെയ്ത ശേഖരൻ എന്ന കഥാപാത്രമുണ്ട്. ആ ശേഖരൻ എന്ന കഥാപാത്രമാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് നടത്തിയ തട്ടിപ്പല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പോലും അധികാരമില്ലാത്ത ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ തൃപ്തിപ്പെടാൻ കഴിയില്ലല്ലോ. ഒരു കൊള്ള നടന്നാൽ, മോഷണം നടന്നാൽ അതിന് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണം. ആ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാതെ ഇവർക്ക് സംരക്ഷണം ഒഴുക്കുന്ന ശേഖരനാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ടേക്കുള്ള മുഴുവൻ പേർക്കും ഇതിന്റെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബന്ധമുണ്ട്. അത് നിഷേധിക്കാൻ കഴിയാത്തതാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ശബരിമല പോലൊരു വലിയ ക്ഷേത്രത്തിൽ നിന്ന് ഇത്രത്തോളം ഒരു സ്വർണം ചെമ്പായി മാറില്ലല്ലോ. അതിന് പിന്നിൽ ദേവസ്വം ബോർഡിൽ നിന്ന് തന്നെയുള്ള ആളുകളുടെ കൈയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയിച്ചു കഴിഞ്ഞാൽ തെറ്റു പറയാൻ കഴിയില്ലല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് വെച്ച് ഉത്തരവ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇറക്കാൻ കഴിയില്ലല്ലോ. അത് ദേവസ്വം പ്രസിഡന്റിനല്ലേ ഇറക്കാൻ പറ്റുള്ളൂ, ബോർഡിനല്ലേ പറ്റുള്ളൂ. എന്റെ പ്രധാനപ്പെട്ട ചോദ്യം, ദേവസ്വം ബോർഡിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്പോൺസർ ആവാൻ ഉള്ള സാമ്പത്തിക ഭദ്രതയുണ്ടെന്നും ഇയാൾ തട്ടിപ്പുകാരനല്ലാത്ത ഒരു വലിയ വിശ്വാസ്യതയൊക്കെയുണ്ടെന്നും തോന്നിയത് എങ്ങനെയാണ് ദേവസ്വം ബോർഡിന്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അയാൾ ആ ഉത്തരവ് വെച്ചാണ് ഈ കാണിക്കുന്ന തട്ടിപ്പുകളെല്ലാം കാണിച്ചിരിക്കുന്നത്. അയ്യപ്പനെ വിറ്റ് കാശാക്കിയ ഭരണകൂടമാണ് നടക്കുന്നത്. അമ്പലം വിഴുങ്ങികളായിട്ട് സഖാക്കന്മാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.